ഹലോ, ഇറ്റ്സ് മീ അജീഷ്. അങ്ങനെ ബ്രൊമാൻസ് കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ അരുൺ ഡി ജോസ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ. ഒരു രക്ഷയില്ല, അടിപൊളി എഡിറ്റിങ്, അടിപൊളി. ആ ഓരോ സീൻസും എല്ലാം കട്ട് ചെയ്ത് എല്ലാം വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റാറിങ് ഒരു വൻ താരനിര തന്നെ ഉണ്ട്. മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് മാത്യു തോമസ് ആണ്. പിന്നെ അർജുൻ അശോകൻ, ഷാജോൺ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സംഗീത്, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു വൻ താരം. ഒരു പക്ക കോമഡി എന്റർടൈനർ ആയിട്ടാണ് പടം ഇറക്കിയിരിക്കുന്നത്. പടത്തിന്റെ പ്ലോട്ട് ഒരു സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ മാത്യു തോമസിന്റെ ചേട്ടനായിട്ടാണ് ശ്യാം. പുള്ളി പ്രേമലൂരിൽ നമ്മുടെ ജെ.കെ ഉണ്ടല്ലോ, ജസ്റ്റ് കിഡി. അപ്പൊ പുള്ളി മാത്യൂസിന്റെ ചേട്ടനായിട്ടാണ്. പുള്ളീനെ പെട്ടെന്ന് ഒരു ദിവസം കാണാനില്ല എന്ന് പറഞ്ഞ് പുള്ളിയുടെ കൂട്ടുകാരനാണ് അർജുൻ അശോകൻ മാത്യൂസിനെ വിളിക്കുന്നു. അങ്ങനെ മാത്യൂസ് അവിടെ ചെല്ലുന്നു. പിന്നെ ഇവന്റെ ചേട്ടൻ അന്വേഷിച്ച് പോകുന്നതാണ് പടം. ഇത്രയേ ഉള്ളൂ പ്ലോട്ട്. ഈ ഒരു പ്ലോട്ടിനെ വെച്ചിട്ടാണ് ഈ ഒരു പടം എടുത്തു വച്ചേക്കുന്നത്. ഒരു പക്ക കോമഡി എന്റർടൈനർ. പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല. ഓക്കെ, ഓക്കെ കൊള്ളാം, ഒരു വൺ ടൈം വാച്ച്, ഓക്കെ വാച്ച്, ആ ഒരു ഫീലേ എനിക്കുള്ളായിരുന്നു. കുറെ കോമഡീസ് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല കുറച്ച് ചിരിപ്പിക്കുന്ന കോമഡീസ് ഒക്കെ വരുന്നുണ്ട്. അല്ല, ഓൾമോസ്റ്റ് എല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഒരുപാട് സ്ഥലത്തിൽ ഭയങ്കര വളുപ്പ്, ഓവർ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അകത്ത് മാത്യൂസ് ചെയ്തിരിക്കുന്ന റോൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ ക്യാരക്ടർ പെട്ടെന്ന് ദേഷ്യം വരും. കൂടുതലും പുള്ളി മൊത്തം അലറി ലൗഡായിട്ടുള്ള കോമഡീസാണ് കൂടുതലും. ഭയങ്കരമായിട്ട് ലൗഡായിട്ട് അലറി വിളിച്ചു സംസാരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ആദ്യം കുറച്ച് സാധനമൊക്കെ ഓക്കെ കൊള്ളാം, ചിരിയൊക്കെ വരും. പിന്നെ പിന്നെ ഒരുപാടാകുമ്പോഴത്തേക്ക് പിന്നെ ഒരു വെറുപ്പീര് ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പിന്നെ പൈങ്കിളിയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഒരു ഓക്കെ വാച്ച്, വൺ ടൈം വാച്ചിനുള്ള ഒരു ഓക്കെ വാച്ച്, അത്ര ഒരു ഫീലാണ് കിട്ടിയത്. ഒരു ആവറേജ് പടം, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അത്രേ ഉള്ളൂ ബ്രൊമാൻസ്.